തിരുവനന്തപുരത്തേക്ക് വരികയാണ്, തലസ്ഥാനത്തേക്ക് വരികയാണ്. ഇവിടെയുള്ള വിശേഷങ്ങൾ കൂടി നിങ്ങൾക്ക് അറിയണ്ടേ? രാഹുൽ ജി നാഥ് പാളയം പള്ളിയിൽ നിന്നും ചേരുന്നുണ്ട്. രാഹുൽ, അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ്? പൂജ പറഞ്ഞതുപോലെ ബലിപെരുന്നാൾ ആശംസ നേരുന്നു. ബാക്കി പ്രേക്ഷകർക്കും നേരുന്നു. ഇവിടെ പെരുന്നാൾ പ്രാർത്ഥനകളിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. പാളയത്ത് നടക്കുന്ന ഈദ്ഗാഹിലേക്ക് നിരവധി വിശ്വാസികളാണ് രാവിലെ മുതൽ ഈ സമയം വരെ എത്തിച്ചേർന്നത്. പെരുന്നാൾ നമസ്കാരം നടക്കുകയാണ്. ഈ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയൊക്കെ ഓർമ്മ പുതുക്കി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനാനിർഭരമായി ഈദ്ഗാഹിൽ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്ത് മറ്റു സ്ഥലങ്ങളിലും വ്യത്യസ്തമായി ഈ ഈദ്ഗാഹ് നടത്തിയത് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്, സ്ഥലത്ത് നടക്കുന്നത്. പല ഇടങ്ങളിലും മഴ മൂലം ഈദ്ഗാഹ് ഒഴിവാക്കിയിരുന്ന പള്ളികളിലാണ് പ്രാർത്ഥന നടക്കുന്നത് നമ്മൾ അറിഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ സ്ഥിതി വ്യത്യാസമാണ്. നിരവധി വിശ്വാസികളാണ് ദൃശ്യങ്ങളിൽ കാണാം. ഈ പറയുന്നത് പോലെ ആ ഒരു സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് കടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവരെല്ലാവരും രാവിലെ തന്നെ വളരെ വിശ്വാസത്തോടുകൂടി ഈദ്ഗാഹിൽ പങ്കെടുക്കുകയാണ്. ആ സമർപ്പണം ഈ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ സന്ദേശം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനാ നിർഭരമായ മുഹൂർത്തമാണ് ഇത്. ദൈവത്തിലേക്കുള്ള സമർപ്പണമാകുമ്പോൾ തന്നെ സ്വയം മറ്റു മനുഷ്യരെ സ്നേഹിക്കാനും അവരുടെ സമ്പത്തും അഭിമാനവും എല്ലാം പരസ്പര പൂരകങ്ങളായി നിൽക്കുമ്പോൾ അതിനുകൂടി സംരക്ഷണം നൽകുക, സാഹോദര്യം, അതിന്റെ വലിയ ആശയം ഈ ദിവസം പ്രാർത്ഥനാ നിർഭരമായ മുഹൂർത്തത്തിലൂടെ അവർ പകർന്നു നൽകുകയാണ്. അത്തരത്തിൽ ഈ പെരുന്നാൾ പ്രാർത്ഥനയ്ക്ക് ശേഷം പാളയം ഇമാമ പെരുന്നാൾ സന്ദേശം നൽകും. വി പി സുഹൈബ് മൗലവി ഈ പ്രാർത്ഥന ചടങ്ങുകൾക്ക് ശേഷം സന്ദേശം നൽകും. അത്തരത്തിൽ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ അതിന്റെ ആശയം ജനങ്ങളിലേക്ക് നൽകാൻ വിശ്വാസികളെല്ലാം രാവിലെ മുതൽ തന്നെ പാളയത്തെത്തിയിട്ടുണ്ട്. പൂജ. ശരി രാഹുലിനും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്, വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. നമ്മളിപ്പോൾ തന്നെ ഈ തിരുവനന്തപുരത്ത് അവിടേക്ക് എത്തുകയാണെങ്കിൽ കാണാം, ഈ മനോഹരമായ കാഴ്ചയൊക്കെ കാണാം. വിശ്വാസികളുടെ ഒഴുക്ക് തന്നെയായിരിക്കും പാളയം പള്ളിക്ക് മുന്നിലേക്ക്. അതിന് തൊട്ടു മുമ്പുള്ള സ്റ്റേഡിയത്തിനൊക്കെ ആയിട്ട് പ്രാർത്ഥനകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാരും വിശ്വാസികളൊക്കെ തന്നെയും. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഈ രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുകയാണ് വിശ്വാസികൾ. നമുക്ക് ഒരിക്കൽ കൂടി അരുളിലേക്ക് പോയാലോ, കാരണം മലപ്പുറത്ത് നിന്നൊക്കെ ഒരുപാട് വിശേഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാകും. മലബാർ മേഖലയിൽ നിന്നും പ്രത്യേകിച്ച്. അവിടെ മാത്രമല്ല, കേരളത്തിൽ നിന്നല്ല, മലയാളികൾ എമ്പാടും ഇങ്ങനെ വലിയ പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിൽ കൂടിയായിരിക്കും. അരുൺ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു എന്ന് നമ്മൾ പറയും. പക്ഷെ അങ്ങനെ മാത്രമല്ല, എല്ലാവരുടെയും ആഘോഷം കൂടിയാണ്. അരുൺ തന്നെ പറഞ്ഞു 3 വീട്ടിൽ നിന്ന് ക്ഷണമുണ്ട്, അവിടെയൊക്കെ പോകണ്ടേ. അങ്ങനെ എല്ലാവരും കൂടിച്ചേരുന്ന ഒരു ആഘോഷം തന്നെയാണ് ശരിക്കും ഈ ഓരോ പെരുന്നാൾ ദിനവും എന്ന് പറയുന്നത്. പണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ അരുൺ ഇപ്പോൾ കുറെ നാളായി മലപ്പുറത്ത് എത്തിയിട്ട് പെരുന്നാളുകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആ ഓർമ്മകളൊക്കെ ഒന്നുകൂടി പറയാമോ? إلا من تولى وكفر فيعذبه الله العذاب
എത്തുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ആ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ ഒരു മാസം മുന്നേ എന്നെ ആദ്യത്തെ ഇവിടെ ഒരു സുഹൃത്തു കൂടിയായ ഒരു MSF പ്രവർത്തകൻ വിളിക്കുന്നു. അപ്പം തന്നെ ഒരു KSU നേതാവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ ഇവിടെ ഈ ഒരു മേഖലയിലെ റെസിഡൻസിൻ്റെ ഒക്കെ ഒരു പൗരപ്രമുഖനായിട്ടുള്ള ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കൂടെ രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, എല്ലാവരും നമ്മളെ വിളിക്കുന്നു, ഈ ക്ഷണിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മനസ്സ് നിറയ്ക്കുന്ന ഒരു സന്തോഷം കൂടിയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പെരുന്നാളുടെ ഈ ഒരു കഥയിലേക്കും ഈ ഒരു ഒത്തൊരുമയിലേക്കും ഒക്കെ കടക്കുന്നത്. അപ്പോൾ പൂജ തുടക്കത്തിൽ ചോദിച്ചതുപോലെ തന്നെ ഞാൻ ഈ ആദ്യത്തെ 30 ദിനം ഈ റമദാൻ കാലത്തെ ഈ 30 ദിനവും നമുക്ക് വൈകിട്ട് ഈ പല നോമ്പ് തുറക്കായി ഈദ് ഇഫ്താർ വിരുന്നുകൾക്കായി പല സംഘടനകൾ വിളിക്കും, പല വ്യക്തികൾ വിളിക്കും. അങ്ങനെയൊക്കെ ഒരു ഒത്തൊരുമയാണ് നമ്മൾ ഇവരുമായൊക്കെ കൂടുതൽ അടുപ്പം സ്ഥാപിക്കുന്നത്. നമ്മളുമായി ഇവരുമായുള്ള ആ ഒരു ബന്ധത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഗമങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു നീണ്ട വലിയ നിര തന്നെ നമുക്ക് ഇപ്പോൾ മാദിൻ ഗ്രാൻഡ് മസ്ജിദിൽ വിശ്വാസികളുടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈദ് നമസ്കാരം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. പള്ളികളിലൊക്കെ വിവിധ പള്ളികളിലായി മലപ്പുറത്ത് വലിയ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ ഇനിയാണ് ഇത് കഴിഞ്ഞ് വീടുകളിലെത്തി മറ്റ് കുടുംബക്കാരുടെ വീടുകളൊക്കെ സന്ദർശിക്കാൻ ആളുകളെത്തും. ഒപ്പം തന്നെ ഈ ഉച്ചയ്ക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഇന്നലെ സാദിഖലി തങ്ങൾ, പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞതും ആ കാര്യമാണ്. എല്ലാവരുടെയും കാണുക എന്നുള്ളത്, എല്ലാ ബന്ധുവീടുകളിലും പരമാവധി ബന്ധുവീടുകളിൽ എത്തുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരിടത്ത് നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഒത്തൊരുമയുടെ ആ ഒരു സന്തോഷം അതൊരു മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതി കൂടിയാണ്. ഈ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവരുടെ ബന്ധുക്കളെയൊക്കെ കാണുന്നതും ഈ അവരുടെ കസിൻസിനെയൊക്കെ കാണാൻ വേണ്ടിയുള്ള കുട്ടികളുടെയൊക്കെ നമ്മളിവിടെ ചെറിയ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ പെരുന്നാളിന് പറഞ്ഞാൽ കാത്തിൽ പുതിയ വസ്ത്രമുണ്ട്, ഈ വസ്ത്രം എല്ലാവരും കാണിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അങ്ങനെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഈ സ്കൂൾ ദിനത്തിൽ, ഒരു അവധി ദിനത്തിൽ, ഈ ഒരു ഒഴിവ് ദിനത്തിൽ ഈ ഒരു ഒത്തൊരുമിക്കൽ അവർക്ക് എന്തായാലും ഒരു പ്രത്യേക അനുഭവം കൂടിയാണ്. അത്തരത്തിൽ ഒരു സ്നേഹത്തിൻ്റെ കാഴ്ച തന്നെയാണ് നമുക്കുടനീളം കാണിക്കാൻ. ഇത് എല്ലാവരുടെയും, പൂജ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എല്ലാവരുടെയും ആഘോഷമാണ്. നമ്മൾ ഉൾപ്പെടെ ഇതിലായി. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല വീടുകളിൽ പോകാനുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആ അനുഭവം പങ്കുവെച്ച് ഇന്നത്തെ ഒരു ദിനം തന്നെ നമ്മൾ അതിനായി മാറ്റിവെക്കുമ്പോൾ അത് ആ ഒരു സ്നേഹത്തിൻ്റെ കൂടെ ഒരു ഓർമ്മ. അടുത്ത പെരുന്നാൾ വരെ നമുക്ക് ഇത് കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ ഇവിടെയായിരുന്നു, ഇനി അടുത്ത പെരുന്നാളിന് അവിടെ പോകണം എന്നൊക്കെ നമ്മളിങ്ങനെ ഇപ്പോഴേ നമ്മളെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിരിക്കും. എന്തായാലും ബലിപെരുന്നാൾ അത്തരത്തിൽ ഗ്രാൻഡായി തന്നെ പുരോഗമിക്കുകയാണ് പൂജ. വലിയ നീണ്ട നിര, വിശ്വാസികളുടെ നീണ്ട നിരയാണ് എന്തായാലും ഇപ്പോൾ മാദിൻ ഗ്രാൻഡ് മസ്ജിദിൽ കാണാൻ സാധിക്കുന്നത്. ഈദ് നമസ്കാരം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ അല്പസമയത്തിനകം ഈ നമസ്കാരമൊക്കെ പൂർത്തിയാക്കി, പ്രാർത്ഥനയൊക്കെ പൂർത്തിയാക്കി വീടുകളിലൊക്കെ സന്ദർശിക്കാൻ ഒക്കെ ഇപ്പോൾ ഈ വിശ്വാസികൾ എന്തായാലും ഇറങ്ങി തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. ശരി, അങ്ങനെ പള്ളികളിലും ഈദ്ഗാഹുകളിലുമൊക്കെ പ്രാർത്ഥന ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ആഘോഷങ്ങളിലേക്കൊക്കെ കടക്കുക. ബലിപെരുന്നാളാണ്, ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ബലിപെരുന്നാളാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഭാഗം മാത്രമല്ല, എല്ലാവരും ഒത്തുചേരുന്ന ഒരു വലിയ ആഘോഷമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ, നമ്മുടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ വിളിക്കും, നമ്മൾ അവിടേക്ക് പോകും. അവരുടെ വീട്ടുകാരെല്ലാവരും ഉണ്ടാകും, നമ്മളുടെ വീട്ടുകാരെല്ലാവരും ഉണ്ടാകും. അങ്ങനെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്നില്ലേ? അങ്ങനെ മഹത്തായ ഒരു ദിവസമാണ് ഇന്ന്. എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക, ആഘോഷമാക്കുക.